അടുത്ത ലോ നമ്പർ 19 ആണ്. ബൗണ്ടറീസിനെ പറ്റിയുള്ള ലോ ആണ്. അപ്പോൾ എന്താണെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ determine the boundary of the field. അപ്പോൾ ബിഫോർ ദ ടോസ് umpire shall determine the boundary of the field of play which shall be fixed for the duration of the match. കളിക്കുമ്പോൾ അമ്പയർമാർ തീരുമാനിക്കും എന്താണ് ഇതിൻ്റെ ഒരു ബൗണ്ടറി എന്ന്. ഓക്കെ, the boundary shall be determined such that no part of any side screen will at any stage of the match be within the field of play. അപ്പോൾ നമ്മൾ കണ്ട കാര്യമാണ് സൈഡ് സ്ക്രീൻ. അതായത് വോളിയുമ്പോൾ കാണാൻ വേണ്ടിയുള്ള സൈഡ് സ്ക്രീൻ ഉണ്ടല്ലോ, അതൊരിക്കലും ഈ ഫീൽഡ് ഓഫ് പ്ലേ, അതായത് ബൗണ്ടറിയുടെ അകത്തേക്ക് കയറി വരാൻ പാകത്തിന് ഒരിക്കലും വെക്കില്ല. അപ്പോൾ ആ ഒരു കാര്യമാണ് പറയുന്നത്. ഒരു കാരണവശാലും മാച്ചിൽ മാറ്റില്ല, ആ ഒരു മാച്ച് നടക്കുമ്പോൾ എന്നാണ് പറയുന്നത്. ഐഡൻറ്റിഫൈങ് ആൻഡ് മാർക്കിംഗ് ദ ബൗണ്ടറി. whenever practicable, the boundary shall be marked by means of continuous white line or by any object in contact with the ground. അപ്പോൾ ഗ്രൗണ്ടുമായിട്ട് ബന്ധമുള്ള ഒരു ലൈൻ വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്ജക്ട്സ് വെച്ചോ, ഇപ്പോൾ നമ്മൾ ഈ പിള്ളേരുടെ കളിയൊക്കെ നടക്കുമ്പോൾ കോൺസൊക്കെ വെച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ മാർക്ക് ചെയ്യണമെന്ന് പറയാം. ബൗണ്ടറീസ് മാർക്ക് ബൈ മീൻസ് ഓഫ് വൈറ്റ് ലൈൻ, ദ എഡ്ജ് ഓഫ് ദ ലൈൻ നിയറസ്റ്റ് ദ പിച്ച് ഷാൽ ബി. അതായത് നമ്മൾ ഒരു ബൗണ്ടറി ലൈൻ വെച്ച് മാർക്ക് ചെയ്താൽ ഏതായിട്ടായിരിക്കും ബൗണ്ടറി കൂട്ടേണ്ടത്, അതിൻ്റെ അതായത് പിച്ചിനോട് ഏതാണ് നിയർ അതാണ് ബൗണ്ടറി ആയിട്ട് കൂട്ടുന്നത്. അപ്പോൾ വരയ്ക്ക് നല്ല തിക്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, പക്ഷേ ഇതാണ് മെയിൻ കാര്യം. An object such as flag, post or board used merely to highlight the position of a line marked on the ground must be placed beyond the boundary as it is not itself to be regarded as being the boundary. നമ്മളിപ്പോൾ കോണോ ഫ്ലാഗോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വയ്ക്കുമ്പോൾ അതിൻ്റെ അത് ബൗണ്ടറിയുടെ അകത്ത് വയ്ക്കണം എന്ന് വെച്ചാൽ അതിൻ്റെ ഇപ്പുറം തൊട്ടാണ് ഒരു ലൈൻ വരച്ച് അതിൻ്റെ ഇപ്പുറം തൊട്ടുള്ളതാണ് നമ്മുടെ ബൗണ്ടറി ആയിട്ട് കൂട്ടുന്നതാണ് പറഞ്ഞത്. If boundary is marked by means of an object that is in contact with the ground, the boundary will be the edge of the ground part of the object which is nearest to the pitch. ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെ, നമ്മളൊരു ഫ്ലാഗോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ്, ഒരു കല്ല് വയ്ക്കുകയാണെങ്കിൽ തന്നെ അത് പിച്ചിനോട് നിയർ ആയിട്ടുള്ള ഏത് പാർട്ടാണോ ഉള്ളത് അതാണ് അത് ബൗണ്ടറി ആയിട്ട് കൺസിഡർ ചെയ്യുക. അതിൻ്റെ ബാക്ക് സൈഡ് അല്ല, അതാണ് ഇതിൻ്റെ അടുത്ത് പറയുന്നത്. Where there is no white line or object providing continuous marking, objects such as flags, posts or boards may be used to mark specific points of the boundary. അപ്പോൾ നമുക്ക് മൊത്തത്തിലിടാനുള്ള ലൈനൊന്നും ഇല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് 2-3 പോയിൻറ്റ്സ് ഇത് വെച്ച് മാർക്ക് ചെയ്യാം. അപ്പോൾ ബൗണ്ടറി ഷാൽ ബി ഇമാജിനറി സ്ട്രെയിറ്റ് ലൈൻ ഓൺ ദ ഗ്രൗണ്ട് ജോയിനിങ് ദ 2 നിയറസ്റ്റ് മാർക്ക് പോയിൻറ്റ്. അതായത് ഇതിലൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു മാർക്കിംഗ് വെച്ച് ഒരു വടി 2-3 വടികൾ പല സ്ഥലങ്ങളിലായിട്ട് അല്ലെങ്കിൽ ഫ്ലാഗ് പല സ്ഥലങ്ങളിലായിട്ട് വയ്ക്കുമ്പോൾ ശരിക്കും ഓവൽ ഷേപ്പിലാണ് പൊതുവെ നമ്മൾ അല്ലേ ബൗണ്ടറീസ് കണ്ടിരിക്കുന്നത്, കണ്ടിന്യൂസ് ലൈനായിട്ടുള്ള. അപ്പോൾ ഇതിൽ പക്ഷേ നമ്മൾ ബൗണ്ടറി നോക്കുമ്പോൾ ഇപ്പോൾ 2-3 വടികൾ നമ്മളിങ്ങനെ വച്ച് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓവൽ ഷേപ്പിലല്ല കൺസിഡർ ചെയ്യേണ്ടത്. ഒരു പോയിൻ്റ് ടു പോയിൻ്റ് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും, അതാണ് ബൗണ്ടറി എന്നാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. അതാണ് ഇമേജിനറി സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്ന കേസാണ് ഇതിനകത്ത് പറയുന്നത്. A boundary that cannot be identified shall be determined by umpires before toss. അപ്പോൾ ഈ പറഞ്ഞ രീതിയിലൊന്നും ബൗണ്ടറി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അമ്പയർമാരെ തീരുമാനിക്കുക ഏതൊക്കെ ബൗണ്ടറി എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ടർഫിലൊക്കെ കളിക്കുമ്പോൾ നമ്മുടെ ഒരു രീതിയിൽ നമ്മൾ തീരുമാനിക്കാറില്ലേ, അപ്പോൾ അതേപോലെ an obstacle within the field of play other than 90% shall not be regarded as boundary unless so determined by the umpires before the toss. അതായത് ഫോർ എക്സാമ്പിൾ ഇതൊരു ഗ്രൗണ്ടിൽ കണ്ടോ, ഗ്രൗണ്ടിൻ്റെ അകത്ത് ട്രീ വന്നേക്കുന്ന കുറച്ച് ഇൻസ്റ്റൻസസ് ആണ് കാണുന്നത്. അപ്പോൾ ഇത് ആദ്യമായിട്ടൊന്നല്ല, നമ്മുടെ 2003 വേൾഡ് കപ്പിലൊക്കെ സൗത്ത് ആഫ്രിക്കയിൽ മാച്ച് നടക്കുമ്പോൾ അവിടുത്തെ ഒരു ഗ്രൗണ്ടിൽ ഇതേപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ ലോയിൽ അത് ഒബ്സ്റ്റക്കിളാണ്, അത് ബൗണ്ടറി ആയിട്ട് അമ്പയർമാർ നേരത്തെ പറയും ബിഫോർ ദ ടോസ് ഇതാണ് ബൗണ്ടറി ആണോ അല്ലയോ എന്ന് പറയും, ബൗണ്ടറി ആണോ അല്ലയോ എന്ന് പറയും, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ മാനദണ്ഡങ്ങൾ എന്ന് പറയും. ഇനി പറഞ്ഞ കണ്ടോ, അപ്പോൾ അല്ലാണ്ടുള്ള ചില ഒബ്സ്റ്റക്കിൾസ് വരാം, അല്ലെങ്കിൽ ഒരാൾ ഇടയിൽ കയറി വരുന്നു, അനിമൽ വരാം, ഒബ്ജക്ട് കമ്മിങ് ഓവർ ദ ഫീൽഡ് ഓഫ് പ്ലേ വൈൽ ദ ബോൾസ് ഈസ് ഇൻ പ്ലേ ഷാൽ നോട്ട് ബി റിഗാർഡ് ആസ് എ ബൗണ്ടറി അൺലെസ് അമ്പയർസ് ഡിറ്റർമിൻ അതർവൈസ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ സ്പൈഡി ക്യാമിലൊക്കെ വന്ന് ടച്ച് ചെയ്യുന്ന കേസ്, സ്പൈഡി ക്യാമറ ഉണ്ടല്ലോ നമ്മുടെ IPL കാണുന്നത്, അപ്പോൾ അതിലൊക്കെ ഒന്ന് അടിച്ചു കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്പയർമാർക്ക് തീരുമാനിക്കാം ബൗണ്ടറി പോകണോ, അതായത് അത് ഉറപ്പായിട്ട് 6 പോകും എന്നുള്ള ഒരു കേസുകൾ വേണമെങ്കിൽ അമ്പയർമാർക്ക് തീരുമാനിക്കായിരുന്നു. അമ്പയർസ് അതർവൈസ് ഡിറ്റർമിൻ. പിന്നെ അതിൽ ഈ IPL അങ്ങനത്തെ കുറേ സാധനങ്ങൾ പ്ലേയിങ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ വേറെ കുറച്ച് റൂൾസ് ഉണ്ട്, അതുകൊണ്ടാണ് അതങ്ങനെ വേറെ കാര്യങ്ങൾ വരാൻ. അതർവൈസ് അറ്റ് ദ ടൈം ഓഫ് ദാറ്റ് ദ കോൺടാക്ട് ബിറ്റ്വീൻ ദ ബോൾ ആൻഡ് സച്ച് പേഴ്സൺ ആനിമൽ ഓർ ഒബ്ജക്റ്റ് ഈസ് മെയ്ഡ് ദ ഡിസിഷൻ ഷാൽ ബി മെയ്ഡ് ഫോർ ഈ സെപ്പറേറ്റ് ഒക്കറൻസസ്. അതായത് ഇപ്പോൾ പറഞ്ഞതിൻ്റെ ഒരു പൊരുളെന്ന് പറഞ്ഞാൽ
ഇപ്പോൾ ഒരു പട്ടി കയറി വരുവാണ്, നമ്മൾ ബൗണ്ടറി അടിച്ചു, നല്ലൊരു അടിപൊളി കവർ ഡ്രൈവ് അടിച്ചു. അപ്പോൾ അവിടെ ഫീൽഡറിന് എന്തായാലും പിടിക്കാൻ പറ്റില്ല, ബോൾ എല്ലാവരും അകത്തിട്ടേക്കുക, അത് ബോൾ പോകാൻ പോകുന്നു. അപ്പോഴത്തേക്ക് ഒരു പട്ടി ഒന്ന് വട്ടം ചാടി ബൗണ്ടറി എത്രയും പോകും. അപ്പോൾ അവിടെ ഫീൽഡേഴ്സ് ഇല്ലാതെ ഉറപ്പായിട്ടും ബൗണ്ടറി പോകുന്ന അമ്പയർക്ക് ഉറപ്പാണെങ്കിൽ അത് ബൗണ്ടറി കൊടുക്കാം, അല്ലാണ്ട് അത് ഇതിനകത്ത് തട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നല്ല ഈ റൂള് ലോക്കൽ മാച്ചിനൊക്കെ വളരെ ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. ഇനി റീസ്റ്റോറിംഗ് ദ ബൗണ്ടറി, സോളിഡ് ഒബ്ജക്റ്റ് യൂസ് ടു മാർക്ക് ദ ബൗണ്ടറീസ് ഡിസ്റ്റർബ് ഫോർ എനി റീസൺ ദെൻ ദ ബൗണ്ടറി ഷാൽ ബി കൺസിഡർഡ് ടു ബി ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ പല ഒബ്ജക്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്പ്ലേസ് ആയി പോയാലും അതിൻ്റെ ഒറിജിനൽ പൊസിഷൻ എന്തായിരുന്നോ അതാണ് ബൗണ്ടറി ആയിട്ട് കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ്. അത് കളിയുടെ ഇടയിൽ എങ്ങനെ മാറിപ്പോയാലും ഇത് ഷാൽ ബി റിട്ടേൺ ടു ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ ആസ് സൂൺ ആസ് ഈസ് practicable. If a play is taking place, this shall be as soon as the ball is dead. അതായത് ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ ബൗണ്ടറി മാറിപ്പോയി, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും, ഇപ്പോൾ ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിപ്പോയ പോലെ, ഇപ്പോൾ നമ്മുടെ വേൾഡ് കപ്പ് ഫൈനലിൽ T20 കുറേ വിവാദങ്ങളൊക്കെ പറഞ്ഞിരുന്നില്ലേ. അപ്പം അത് അതിന് മുമ്പുള്ള മാച്ചിലായിരുന്നു അത് തള്ളിപ്പോയിരുന്നത്, അല്ലാണ്ട് ആ മാച്ചിലായിരുന്നില്ല. അപ്പോൾ അതായിരുന്നു അതിൽ വിവാദം. ആ മാച്ചിൽ അത് അങ്ങനെ തന്നെ കിടന്നിരുന്നത്, അതായിരുന്നു അതിൻ്റെ ഒറിജിനൽ പൊസിഷൻ. അപ്പോൾ സൂര്യകുമാർ യാദവിന് കറക്റ്റ് അവിടെ ഗ്യാപ്പ് കിട്ടി പിടിക്കാൻ വേണ്ടി. അത് കഴിഞ്ഞ ഏതോ മാച്ചിൽ അങ്ങനെ തള്ളിപ്പോയി കിടന്നു, അപ്പോൾ അതിൻ്റെ പഴയ വരെയുണ്ട് എന്ന് വെച്ച് കാര്യമില്ല. അമ്പയർ ആ മാച്ചിൽ ഡിറ്റർമിൻ ചെയ്ത ബൗണ്ടറിയാണ് ആ ടൈമിൽ നോക്കുന്നത്, അല്ലാണ്ട് അവിടെ അതായിരുന്നു കഴിഞ്ഞ മാച്ച് യൂസ് ചെയ്തു എന്നുള്ളതിൽ അവിടെ ഒരു പ്രസക്തിയില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് അഥവാ തെറ്റിപ്പോയിരുന്നെങ്കിൽ ആ മാച്ചിലാണ് സംഭവിച്ചിരുന്നെങ്കിൽ എപ്പോൾ കണ്ടിട്ട് പെടുന്ന ഉടനെ ആസ് സൂൺ ആസ് പ്രാക്ടിക്കൽ അത് മാറ്റണം. ടേക്കിംഗ് പ്ലേസ് ആണെങ്കിൽ ആ ബോൾ ഡെഡ് ആയതിനു ശേഷം ഉടനെ അത് മാറ്റണം, കളിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ മാറ്റരുത് എന്നുള്ളൊരു മീനിങ് ഉള്ളൂ. If some part of a fence or other marker has come within the field of play, that part shall be removed from the field of play as soon as practical. If play is taking place, the ball shall be this shall be as soon as the ball is hit. അതായത് എന്തെങ്കിലും അവിടെ ഫെൻസ് നമ്മൾ ഒരു വേലിയോ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് അത് എങ്ങാനും ഫീൽഡിലേക്ക് കയറി വീണിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഫ്ലാഗ് വെച്ചാൽ കൊടുത്തിരുന്നത് എന്തെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ അത് ഫീൽഡ് ഓഫ് പ്ലേ അതിൻ്റെ ബൗണ്ടറിയുടെ ഇപ്പുറത്തേക്കാണ് വന്നിട്ടുണ്ടെങ്കിൽ അത് എപ്പോൾ കാണുന്നു അപ്പോൾ എടുത്ത് മാറ്റുക. ആസ് സൂൺ ആസ് ദ ബോൾ ഇസ് ഓൾ ഡെഡ്, ആ ടൈമിലെടുത്ത് മാറ്റുക എന്നാണ് പറഞ്ഞത്. ബോൾ ഗ്രൗണ്ടഡ് ബിയോണ്ട് ദ ബൗണ്ടറി, ദ ബോൾ ഇൻ പ്ലേ ഈസ് ഗ്രൗണ്ടഡ് ബിയോണ്ട് ദ ബൗണ്ടറി ഇഫ് ഇറ്റ് ടച്ചസ് ദ ബൗണ്ടറി ഓർ എനി പാർട്ട് ഓഫ് ദ ഒബ്ജക്റ്റ് യൂസ് ടു മാർക്ക് ദ ബൗണ്ടറി. അപ്പോൾ ബോൾ ബൗണ്ടറി ആയിട്ട് മുട്ടി എന്ന് പറയുന്നത് എന്താണ്, എങ്ങനെ ബൗണ്ടറിയിലേക്ക് നേരെ മുട്ടുമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒബ്ജക്റ്റ് ബൗണ്ടറി ടച്ച് ചെയ്തിരുന്ന ഏതെങ്കിലും ഒബ്ജക്റ്റ് ഇഫ് ഇറ്റ് ടച്ചസ് ദ ബൗണ്ടറി ഓർ എനി പാർട്ട് ഓഫ് ദ ഒബ്ജക്റ്റ് യൂസ് ടു മാർക്ക് ദ ബൗണ്ടറി. ഈ പറഞ്ഞ നമ്മൾ നേരത്തെ തന്നെ ഫ്ലാഗോ ലൈനോ ഏതാണോ മാർക്ക് ചെയ്യാൻ പറയുന്നത് അതുമ്പോൾ ടച്ച് ചെയ്താൽ അത് ഗ്രൗണ്ട് ബിയോണ്ട് ദ ബൗണ്ടറി, അതിൻ്റെ ബൗണ്ടറിയുടെ അപ്പുറം പോയാലും നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, സിക്സ് ഒക്കെ അടിക്കുമ്പോഴൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പുറം പോയാലും ഇനി ഒബ്ജക്റ്റ് ദാറ്റ് ഈസ് ഗ്രൗണ്ടഡ് ബിയോണ്ട് ദ ബൗണ്ടറി, ഏതെങ്കിലും ബൗണ്ടറിയുടെ അപ്പുറത്തുള്ള ഏതെങ്കിലും ഒബ്ജക്റ്റ് പോയി തട്ടിയാലും എല്ലാം ബൗണ്ടറി ഇട്ട് വിടും. ദ ബോൾ ഇൻ പ്ലേ ഈസ് ടു ബി റിഗാർഡഡ് ആസ് ബീയിങ് ഗ്രൗണ്ടഡ് ബിയോണ്ട് ദ ബൗണ്ടറി ഇഫ് എ ഫീൽഡർ ഗ്രൗണ്ടഡ് ബിയോണ്ട് ദ ബൗണ്ടറി ആസ് എ 19.5 ടച്ചസ് ദ ബോൾ. അപ്പോൾ നമ്മൾ അത് അറിയാവുന്ന കാര്യങ്ങളാണ്. ഒരു ഫീൽഡർ ക്യാച്ച് എടുക്കുമ്പോൾ എങ്ങാനും ബൗണ്ടറി ലൈനിൽ തൊട്ട് നിൽക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തോ ആണെങ്കിൽ എന്തായിരിക്കും അത് 6 or 4 ഏതാണെന്ന് വെച്ചാൽ അതായിരിക്കും കൊടുക്കാൻ പോകുന്നത്. ഫീൽഡർ ആഫ്റ്റർ ക്യാച്ചിങ് ദ ബോൾ വിത്തിൻ ദ ബൗണ്ടറി ബിക്കംസ് ഗ്രൗണ്ടഡ് ബിയോണ്ട് ദ ബൗണ്ടറി വൈൽ ഇൻ കോൺടാക്ട് വിത്ത് ദ ബോൾ ബിഫോർ കംപ്ലീറ്റിംഗ് ദ ക്യാച്ച്. അതായത് ക്യാച്ച് എടുക്കുന്ന ടൈമിൽ നമ്മൾ ബൗണ്ടറി ആയിട്ട് കോൺടാക്ട് ചെയ്യുമെങ്കിൽ എന്താ സംഭവിക്കുക, അത് ബൗണ്ടറി ആയിട്ട് കണക്കാക്കപ്പെടും. ബൗണ്ടറി മീൻസ് 4 or 6 ഏതാണ് അവിടുത്തെ ആപ്റ്റ്. ആ ക്യാച്ച് എന്ന് പറയുമ്പോൾ എന്തായാലും 6ൻ്റെ സാധ്യതയാണ് അതിൽ കാണുന്നത്. Fielder grounded beyond the boundary. A fielder is grounded beyond the boundary if some part of his person is in contact with any of the following. ഈ ഒരു വേർഡിങ് നല്ല എല്ലാത്തിലും റൂൾസിലും കാണാം. സം പാർട്ട് ഓഫ് ഹിസ് പേഴ്സൺ എന്ന് ഉദ്ദേശിക്കുന്നത് അയാൾ ധരിച്ചിരിക്കുന്ന വസ്ത്രമാവാം, പാൻറ്റ്, അങ്ങനെയുള്ള സാധനം, അയാളായിട്ട് കോണ്ടാക്റ്റ് ഉള്ള എന്ത് സാധനമാണെങ്കിലും അയാളുടെ കൈയും കാലും എല്ലാ സാധനവും അയാളുടെ പേഴ്സണിൻ്റെ അകത്ത് പെടുന്നതാണ്. ബൗണ്ടറി അത് ഏതെങ്കിലും കാരണത്താൽ ബൗണ്ടറി ആയിട്ട് ടച്ചോ അതിൻ്റെ അപ്പുറത്തോ പോയി കഴിഞ്ഞാൽ ദ ബൗണ്ടറി ഓർ എനി പാർട്ട് ഓഫ് ഒബ്ജക്റ്റ് യൂസ് ടു മാർക്ക് ദ ബൗണ്ടറിയിലേക്ക് ടച്ച് ആയാലും ഗ്രൗണ്ട് ബിയോണ്ട് ദ ബൗണ്ടറി പോയാലും പുറത്ത് ബൗണ്ടറി ആയിട്ട് കോൺടാക്റ്റ് ഉള്ള ദാറ്റ് ഈസ് ഇൻ കോൺടാക്ട് വിത്ത് ദ ഗ്രൗണ്ട് ബിയോണ്ട് ദ ബൗണ്ടറി ഒബ്ജക്റ്റ് ഏതെങ്കിലും ഉണ്ട് ബൗണ്ടറിയുടെ അപ്പുറത്ത് അതുമായിട്ട് കോൺടാക്റ്റ് വന്നാലും അതിനെ ബൗണ്ടറി ആയിട്ട് കൺസിഡർ ചെയ്യും. അനദർ ഫീൽഡർ ഹു ഈസ് ഗ്രൗണ്ടഡ് ബിയോണ്ട് ദ ബൗണ്ടറി ഇഫ് ദ അമ്പയർ കൺസിഡർ ദാറ്റ് ഇറ്റ് വാസ് ദ ഇൻറ്റൻഷൻ ഓഫ് ഐദർ ഫീൽഡർ ദാറ്റ് ദ കോൺടാക്ട് ഷുഡ് അസിസ്റ്റ് ഇൻ ദ ഫീൽഡിംഗ് ഓഫ് ദ ബോൾ. അതായത് ഇപ്പോൾ രണ്ടുപേര് ഇപ്പോൾ പൊങ്ങി ബൗണ്ടറിയുടെ അടുത്താണ് ക്യാച്ച് വരാൻ പോകുന്നത്. അപ്പോൾ രണ്ടുപേര് ഓടിച്ചെല്ലുന്നു. അപ്പോൾ
ഒരാൾ ക്യാച്ച് എടുക്കുന്നത് അയാളുടെ ബാലൻസ് തെറ്റി അയാൾ ഇപ്പോൾ വീഴാൻ പോകാമെന്ന് വെക്കുക. അപ്പോൾ അയാൾ വീഴാൻ പോകുമ്പോഴത്തേക്കും ഇയാൾ ജസ്റ്റ് ഒന്ന് താങ്ങി പിടിക്കുന്നു. അപ്പോൾ താങ്ങി പിടിക്കുന്ന ആളെങ്ങാനും ബൗണ്ടറി ആയിട്ട് എവിടെയെങ്കിലും ടച്ച് ആയിട്ടുണ്ടെങ്കിൽ, ഈ പറഞ്ഞ പോലെ ടച്ച് ആയിട്ടുണ്ടെങ്കിൽ അതും 6 ആയിട്ട് കൺസിഡർ ചെയ്യും. ക്യാച്ച് എടുക്കാൻ പോയി ആ ഒരു കേസ് അതാണ്. അല്ലെങ്കിൽ ഫീൽഡ് ചെയ്യാൻ പോയപ്പോഴും ഈ പറഞ്ഞ അസിസ്റ്റ് ചെയ്യുന്നു, അയാളെ വീഴാണ്ടിരിക്കാനോ അല്ലെങ്കിൽ ആ ബോൾ പിടിക്കാൻ വേണ്ടി അസിസ്റ്റ് ചെയ്യുന്നു. ആ അസിസ്റ്റ് ചെയ്യുന്ന ആൾ എങ്ങനെയെങ്കിലും ഈ പറഞ്ഞ ബൗണ്ടറിയുടെ അപ്പുറത്തോ അല്ലെങ്കിൽ ബൗണ്ടറി ആയിട്ട് ടച്ച് വരുവാണെങ്കിൽ അത് ബൗണ്ടറി ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടും എന്നാണ് പറയുന്നത്. A fielder who is not in contact with the ground is considered to be grounded beyond the boundary if his or her final contact with the ground before his or her feet first contact with the ball after it has been delivered by the ball was not entirely within the boundary. അതായത് ഇപ്പോൾ ഫീൽഡർ ചാടി ഫീൽഡർ ഹു ഈസ് നോട്ട് ഇൻ കോൺടാക്ട് വിത്ത് ദ ഗ്രൗണ്ട് ചാടി നിൽക്കുന്ന ഒരു അവസ്ഥ ഈസ് കൺസിഡർഡ് ടു ബി ഗ്രൗണ്ടഡ്. അയാൾ ഗ്രൗണ്ട് ചെയ്ത് എന്ന് കൺസിഡർ ചെയ്യപ്പെടും. എവിടെ? ബിയോണ്ട് ദ ബൗണ്ടറിയുടെ അപ്പുറത്താണ് ഗ്രൗണ്ട് ചെയ്യുന്ന അയാളെ പറയുന്നത് എപ്പോൾ? ഇഫ് ഈസ് ഫൈനൽ കോൺടാക്ട് വിത്ത് ദ ഗ്രൗണ്ട്, അതായത് അയാൾ ചാടുന്ന ടൈമിൽ ഫൈനൽ കോൺടാക്ട് വിത്ത് ദ ഗ്രൗണ്ട് ബിഫോർ ഈസ് ഫസ്റ്റ് കോൺടാക്ട് വിത്ത് ദ ബോൾ പിടിക്കുന്നതിന് മുമ്പുള്ള ഫസ്റ്റ് കോൺടാക്ട് വിത്ത് ദ ബോൾ ബൗണ്ടറിയുടെ അകത്തല്ല, കുറച്ച് അതായത് വേറൊന്നുമല്ല, നമ്മളിപ്പോൾ അകത്ത് ബൗണ്ടറിയുടെ പുറത്തേക്ക് പോയിട്ട് ചാടി പിടിച്ചു, ആ കോൺടാക്റ്റ് ചെയ്തിട്ട് പിന്നെ തിരിച്ച് അവിടെ തന്നെ താഴത്തേക്ക് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് 6 ആയിട്ട് പോകില്ലേ? ആ ഒരു കാര്യമാണ് ഇതിൻ്റെ അകത്ത് എഴുതിയേക്കുന്നത്, വേറൊന്നുമില്ല. പിന്നെ ബൗണ്ടറി അലവൻസസ് ബിഫോർ ദ ടോസ് ദ അമ്പയർ ഷാൽ ഡിറ്റർമിൻ ദ റൺസ് ടു ബി അലൗഡ് ഫോർ ബൗണ്ടറീസ് വിത്ത് ബോത്ത് ക്യാപ്റ്റൻസ്. അതായത് ബൗണ്ടറി എങ്ങനെയാണ് കണക്കാക്കപ്പെടുന്നതെന്നുള്ള ക്യാപ്റ്റൻസ് ആയിട്ടൊക്കെയുള്ള കാര്യങ്ങൾ പറയും. ഇൻ ഡിസൈഡിങ് ദ അലവൻസസ് അമ്പയർ ആൻഡ് ക്യാപ്റ്റൻ ഷാൽ ബി ഗൈഡഡ് ബൈ പ്രിവെയിലിംഗ് ദ കസ്റ്റം ഓഫ് ഗ്രൗണ്ട്. അപ്പോൾ ആ ഗ്രൗണ്ടിൽ എന്താണ് നടപ്പാക്കുന്നത് എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അതായത് ഇപ്പോൾ ലോക്കൽ മാച്ചസിലൊക്കെ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ കേരളത്തിലൊരു പ്രശസ്തമായ ഗ്രൗണ്ടാണ് തൃപ്പൂണിത്തുറ ക്രിക്കറ്റ് ക്ലബിൻ്റെ. അപ്പോൾ അവിടെയൊക്കെ ഏറ്റവും അറ്റത്ത് മതിലുകളുണ്ട്. അപ്പോൾ ഒരു എൻഡിൽ ശരിക്കും പറഞ്ഞാൽ മതിലാണ് ബൗണ്ടറി. അപ്പോൾ അതിലെങ്ങനെ പോയി തട്ടിയാലാണ്, അല്ലെങ്കിൽ അവിടെയൊക്കെ ചില റൂൾസ് ഉണ്ട്. ചില ടൂർണമെൻറ്റ്സിൽ നമുക്ക് അവിടെ മതിലുമ്പോൾ ചാരി നിന്ന് ക്യാച്ച് എടുക്കാനുള്ള ചില ഇതൊക്കെ ഉണ്ട്. കാരണം അവിടെ അങ്ങനത്തെ കേസുകളൊക്കെ വരാറുണ്ട്. അപ്പോൾ അതാണ് ആ ഗ്രൗണ്ടിൽ കസ്റ്റം ഫോളോ ചെയ്യപ്പെടുന്നത്. അങ്ങനെ എത്ര ഇൻ്റർനാഷണൽ മാച്ചുകളിലും ചില ഗ്രൗണ്ട് അങ്ങനെ ഉണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച മരോക്ക ഉള്ള സൗത്ത് ആഫ്രിക്കയിലുള്ള ഇതിലൊക്കെ അതേപോലത്തെ കുറച്ച് റൂൾസ് ഉണ്ട്. ആ ഗ്രൗണ്ട് ആയിട്ട് കസ്റ്റമൈസ് ചെയ്ത റൂൾസ് ഉണ്ട്. Unless determined differently, 6 runs shall be allowed for a boundary and 4 runs shall 6 4 allow ചെയ്യുന്ന കേസ് പറയുന്നത്. Runs scored from boundaries. Boundary 6 will be scored if and only if the ball has been struck by the bat and is first grounded beyond the boundary without having contact with the ground within the field of play. This shall apply even if the ball has been previously touched a fielder. അതായത് നമ്മൾ 6 അടിക്കുമ്പോൾ എങ്ങനെയാണ്? ബോള് ബാറ്റ് വെച്ച് അടിക്കണം. ബാറ്റ് വെച്ച് അടിച്ചാലേ 6 ബോൾ. അല്ലാണ്ട് ഇപ്പോൾ ബൗൺസർ എറിഞ്ഞു, വെറുതെ ഒരു എക്സാമ്പിൾ, ബൗൺസർ എറിഞ്ഞു, ഹെൽമെറ്റ് ടച്ച് ചെയ്തു നേരെ 6-ലേക്കൊക്കെ പോയി എന്ന് പറഞ്ഞാൽ അത് വരില്ല. ഈ സ്ട്രക്ക് ബൈ ബാറ്റ് വേണം. ആ ഒരു സംഭവം അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ബൗണ്ടറിയുടെ അപ്പുറത്ത് പോകുന്നു. എന്നിട്ട് ഇപ്പോൾ ചിലപ്പോൾ ഫീൽഡറെ ടച്ച് ചെയ്തിട്ടായിരിക്കും പോയേക്കുന്നത്. പക്ഷേ അത് നേരെ ബൗണ്ടറിയുടെ അപ്പുറം കടന്നു കഴിഞ്ഞാൽ അത് 6 ആയിട്ട് തന്നെ കൂട്ടുന്നത്. പ്രീവിയസ്ലി ടച്ച് ചെയ്താലും 6, ഏതെങ്കിലും ഫീൽഡർ ടച്ച് ചെയ്താലും 6 ആയിട്ട് തന്നെ കൂട്ടുന്നത്. ബൗണ്ടറി 4 വിൽ ബി സ്കോർ വെൻ ദ ബോൾ ദാറ്റ് ഈസ് ഗ്രൗണ്ടഡ് ബിയോണ്ട് ദ ബൗണ്ടറി. 4 അറിയാമല്ലോ എല്ലാവർക്കും. ബൗണ്ടറിയുടെ അപ്പുറത്ത് പോയാൽ 4 വെദർ സ്ട്രക്ക് ബൈ ബാറ്റ് ഓർ നോട്ട്. അത് ബാറ്റായിട്ട് വേണം നിർബന്ധമില്ല. അതാണ് മറ്റേ 6ഉം 4ഉം തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. വാസ് ഫസ്റ്റ് ഗ്രൗണ്ടഡ് വിത്തിൻ ദ ബൗണ്ടറി. അതായത് 6-ന് വരെ 4 ആവുന്ന എപ്പോഴാണ്? ഈ ബൗണ്ടറിക്ക് മുമ്പായിട്ട് എവിടെയെങ്കിലും കുത്തിയിട്ട് പോകുമ്പോഴാണല്ലോ അത് ബൗണ്ടറി ആവുന്നത്. ഹാസ് നോട്ട് ബീൻ സ്ട്രക്ക് ബൈ ബാറ്റായിട്ട് സ്ട്രക്ക് ചെയ്തില്ലെങ്കിൽ അത് പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ചിലപ്പോൾ ബൈ 4 ഒക്കെ പോകാറുണ്ട്. When boundary is scored, the batting side, except in circumstance 19.8, shall be awarded whichever is greater. When a boundary സ്കോർ ചെയ്യുന്ന ടൈമിൽ 6 ആണോ 4 ആണോ ഏതാണോ അതെന്ന് നോക്കിയിട്ട് റൺ അവാർഡ് ചെയ്യും എന്ന് പറഞ്ഞു. അലവൻസ് ഫോർ ദ ബൗണ്ടറി, the runs complete by the batters together within the run in progress if they had already crossed at the instant of the boundary scored. അപ്പം ഈ ചില എക്സെപ്ഷൻ സർക്കംസ്റ്റാൻസസിലുണ്ട് ഈ ബൗണ്ടറിയുടെ കൂടെ നമ്മൾ ഓടിയ റണ്ണും കൂടി കൂട്ടുന്നുണ്ട്. നോർമലി ഒരു ഓടിയ റണ്ണ് കൂട്ടില്ല ബൗണ്ടറി പോയി കഴിഞ്ഞാൽ. അപ്പോൾ എവിടെയാണെന്നുള്ളത് വഴി വരുന്നുണ്ട് അത്. അപ്പോൾ ബൗണ്ടറി അലവൻസ് കൂടാതെ അതും സ്കോർ ചെയ്യുന്നതാണ് പറയുന്നത്. വെൻ ദ റൺസ് ഇൻ നേരത്തെ പറഞ്ഞ പോയിന്റിൽ എക്സീഡ് ദ ബൗണ്ടറി അലവൻസ് ദേ ഷൽ റീപ്ലേസ് ദ ബൗണ്ടറി അലവൻസ് ഫോർ ദ പർപ്പസ് ഓഫ് ലോ 18. ബാറ്റർ റിട്ടേണിംഗ് ടു വിക്കറ്റ് ഹാസ് ലെഫ്റ്റ്. അത് മറ്റേ നമ്മുടെ
ഓവർത്രോയിൻ്റെയും ഇതൊക്കെ വരുന്ന കേസുകളാണ്. ഈ 12.2 ഒന്നും കൂടി നോക്കാം. ഇഫ് ഫൈൽ റൺ ഇൻ പ്രോഗ്രസ് ബോൾ ബിക്കംസ് ഡെഡ് ഫോർ എനി റീസൺ അതർ ദാൻ ഡിസ്മിസൽ ഓഫ് ദ ബാറ്റർ ഷാറ്റ് റിട്ടേൺ ടു ഒറിജിനൽ വിക്കറ്റ്സ് ദേ ഹാഡ് ലെഫ്റ്റ് ബട്ട് ഓൺലി ഇഫ് ദേ ഹാഡ് നോട്ട് ക്രോസ്ഡ് ഇൻ റണ്ണിങ് ആൻഡ് വെൻ ദ ബോൾ ബിക്കെയിംസ് ഡെഡ്. അതായത് ഇപ്പോൾ 18.12.2 പറഞ്ഞ കേസ് മറ്റേ ഔട്ടാവാത്ത പക്ഷം ഈ ഓവർത്രോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ 6 റണ്ണായിരിക്കും കൂടുതൽ. അപ്പോൾ അതായിരിക്കും അലൗ ചെയ്യുന്നതെന്നുള്ള സർക്കംസ്റ്റാൻസാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. അപ്പോൾ അത് ബൗണ്ടറിയേക്കാൾ എക്സിഡ്, അതായത് ഇപ്പോൾ 2 റൺ ഓടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ 2019 വേൾഡ് കപ്പ് ഫൈനൽ ഇംഗ്ലണ്ടിൻ്റെ ഇത് കണ്ടിട്ടുണ്ടാവാം എല്ലാവരും. അപ്പോൾ അതിൻ്റെ അകത്ത് ഓവർത്രോ പോയിട്ട്, അതായത് 2 റൺ ഓടി, 2ാമത്തെ റൺ ഓടിയപ്പോഴത്തേക്കും ഡൈവ് ചെയ്തു, ബെൻ സ്റ്റോക്സ് ഡൈവ് ചെയ്തു. ആ ടൈമിൽ ഒരു ത്രോ വന്നു, അത് ടച്ച് ചെയ്ത് ബൗണ്ടറിയിലേക്ക് പോയി. അപ്പോൾ അങ്ങനെ 6 റൺ അതിലേക്ക് ആഡായിപ്പോയി. അപ്പോൾ ആ ഒരു കേസുകളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. അപ്പോൾ അത് ബൗണ്ടറി പ്ലസ് മറ്റേത് കിട്ടിയില്ലേ, ആ ഒരു സംഭവമാണ് പറയുന്നത്. സ്കോറിംഗ് ഓഫ് പെനാൽറ്റി റൺസ് ബൈ എയ്തർ സൈഡ് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ ദി സ്കോറിംഗ് ഓഫ് ദ ബൗണ്ടറി. ഇപ്പോൾ പെനാൽറ്റി എന്തെങ്കിലും ഏത് സൈഡിന് കൊടുത്താലും അത് ബൗണ്ടറി ആയിട്ട് ബന്ധമുണ്ടാവില്ല, അത് പെനാൽറ്റി ആയിട്ട് വേറെ വരും. ഓവർത്രോ ഓർ വിൽഫുൾ ആക്ട് ഓഫ് ഫീൽഡർ. ഇഫ് ദ ബൗണ്ടറി റിസൾട്ട് ഫ്രം ആൻ ഓവർത്രോ ഓർ വിൽഫുൾ ആക്ട് ഓഫ് ഫീൽഡർ റൺസ് ഷാൽ ബി എനി റൺസ് ഫോർ പെനാൽറ്റീസ് അവാർഡ് ടു എയ്തർ സൈഡ് ആൻഡ് ദ അലവൻസ് ഫോർ ദ ബൗണ്ടറി. അപ്പോൾ ഓവർത്രോയോ ഇതിലൊക്കെ അല്ലെങ്കിൽ ഓവർത്രോ ആയിട്ട് 4 പോകുമ്പോഴോ അല്ലെങ്കിൽ വിൽഫുള്ളായിട്ട് പോകുമ്പോഴും പെനാൽറ്റി കൊടുക്കും. അല്ലെങ്കിൽ വിൽഫുൾ ആക്റ്റൊക്കെ വരുമ്പോൾ അത് വരുന്നുണ്ട് വഴി, അപ്പോൾ അതിന് പെനാൽറ്റി കൊടുക്കും. അതുകൂടാതെ ബൗണ്ടറിക്കുള്ള റണ്ണും കൊടുക്കും. ആൻഡ് റൺസ് കംപ്ലീറ്റഡ് ബൈ ബാറ്റേഴ്സ് ടുഗദർ വിത്ത് ദ റൺ ഇൻ പ്രോഗ്രസ് if they had already crossed the instant of the throw of act. ഇപ്പോൾ നേരത്തെ പറഞ്ഞ കഥയാണ് ഇതിൻ്റെ അകത്ത് ഒന്നും കൂടി എടുത്തു പറയുന്നത്. നമ്മൾ ഓവർത്രോ ചെയ്യുന്നു, അപ്പോൾ അത് ഈ പറഞ്ഞ ഇതിൽ 2 റൺ ഓടി കഴിഞ്ഞിട്ട് ഓവർത്രോ ആയി 4 റണ്ണ് കിട്ടി. അപ്പോൾ 6 റൺ കൂടി, അപ്പോൾ ആ റൺസ് ക്രോസ് ചെയ്ത റണ്ണും കിട്ടി 2 റണ്ണും, പിന്നെ 4 റണ്ണും കിട്ടി. അപ്പോൾ അതാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. അപ്പോൾ ഇതാണ് ലോ നമ്പർ 19.